നമോ നാദബിന്ദുആത്മികേ നാശഹീനീ നമോ നാരദാദീര്യ പാദാരവിന്ദേ നമോ നാൻമറയ്ക്കും മണിപ്പൂം വിളക്കേ നമോ നാൻമുഖാദി പ്രിയാംബ നമസ്തേ. സമസ്ത പ്രപഞ്ചം സൃജിച്ചും ഭരിച്ചും മുദാ സംഹരിച്ചും രസിച്ചും രമിച്ചും കളിച്ചും പുളച്ചും മഹാഘോരഘോരം വിളിച്ചും മമാനന്ദദേശേ വസിച്ചും തെളിഞ്ഞും പറഞ്ഞും തുളുമ്പും പ്രപഞ്ചം തുളഞ്ഞുള്ളിലെള്ളോളമുള്ളായിരുന്നും തിരിഞ്ഞും പിരിഞ്ഞും മഹാനന്ദതാരം ചൊരിഞ്ഞും പദാംബോജ ഭക്തർക്കു നിത്യം വരുന്നോരു തുമ്പങ്ങളെല്ലാം അറിഞ്ഞും കരിഞ്ഞിടുമാറാവിരാതങ്ക ബീജം കുറഞ്ഞോരു നേരം നനയ്ക്കുന്ന ഭക്തർക്കറിഞ്ഞീല മറ്റുള്ള കൈവല്യരൂപം നിറഞ്ഞങ്ങനെ വിശ്വമെല്ലാം ഒരു പോലറം ചുറ്റുമില്ലാതെ വാണം ചിരന്നാൽ കഴിഞ്ഞാലുമില്ലൊരു നാശം കുറഞ്ഞൊന്നറിഞ്ഞീടരായി നഹോ ഘോരരൂപം മറഞ്ഞിടുമോ വിശ്വമെല്ലാം ഇതൊന്നോർത്തറിഞ്ഞിടുവാൻ ശക്തരാരുള്ളു ലോകി മഹാദിവ്യദേവേശ ഗൗരീശ ശംഭു മഹാമായ നിൻ വൈഭവം ചിന്തനീയം അടിക്കുള്ളു തോണ്ടിപ്പറിച്ചമ്പരാന്തം നടുക്കം കൊടുക്കുന്ന മന്ദാകിനിക്കിങ്ങടക്കം കൊടുപ്പാനിടം പെട്ടിരിക്കും ജടയ്ക്കമ്പിളി തെല്ലുമില്ലും വിലോലച്ചലത്പങ്കമന്താരമാണിക്യമാല വിലയ്ക്കപ്പുറത്തുള്ള രത്നം പതിച്ചുജ്വലിച്ചു തരംഗീകൃതം പൊൻകിരീടം പരം പഞ്ചമി ചന്ദ്രനും തോറ്റുപോയി തിരയ്ക്കപ്പുറം കുറ്റമില്ലെന്നു തീറിത്തിറം വിട്ടുകപ്പം കൊടുക്കുന്ന നെറ്റിക്കുറിക്കുള്ളിൽ വീണാഴി ഏഴാമരഞ്ഞാണരയ്ക്കൊന്നകം ചാർത്തുമോർ ഭീമണാളൻ മഹാദേവനും ബ്രഹ്മനും മുൻപരായോർ അഹോമായയിൽ പെട്ടിരിക്കുന്നു ചിത്രം മഹാത്മാക്കളായുള്ളവർക്കും നനച്ചാൽ മഹാമായ നിൻ വൈഭവം കിന്തരണ്യം. ഗുരു മകൻ ഒരു സന്യാസിയായി പോകുമോ എന്നുള്ള ചിന്ത അച്ഛനമ്മമാരെ വല്ലാതെ അലട്ടിയ സമയമായിരുന്നു. അതുകൊണ്ട് ഗുരുവിൻ്റെ അനുവാദം കൂടാതെ തന്നെ ഗുരുവിന് വേണ്ടി ഗുരുവിൻ്റെ അച്ഛൻ മാടനാശാൻ അദ്ദേഹത്തിൻ്റെ പെങ്ങളുടെ മകളുടെ മകളെ ഗുരുവിന് വേണ്ടി കണ്ടെത്തി. ഗുരുവിൻ്റെ അസാന്നിധ്യത്തിൽ ഗുരുവിൻ്റെ പെങ്ങൾ മാതയെ കൊണ്ടാണ് താലി കെട്ടിച്ചത്. കാളിയമ്മയുടെ വീട് ചിറയൻ കീഴ് കുറുമങ്ങാട്ട് തോപ്പിൽ എന്നറിയപ്പെട്ടിരുന്നു. വിവാഹത്തിന് താല്പര്യമില്ലാതിരുന്ന ഗുരു വിവാഹ വിവരം അറിഞ്ഞപ്പോൾ തന്നെ നാട് വിട്ടുപോയി. അഗസ്ത്യാർകൂടത്തിലും കോട്ടാർ മലയിലുമൊക്കെ സത്യ അന്വേഷകനായി അദ്ദേഹം അലഞ്ഞു നടന്നു. കുറേ മാസങ്ങൾക്ക് ശേഷം കൂട്ടുകാരനായ പുലിവാതുക്കൽ മാടൻ വേലായുധൻ വൈദ്യരുടെ നെയ്യാറ്റിൻകരയിലുള്ള വീട്ടിലെത്തി. വൈദ്യരുടെ അനുജന്മാർ മാടൻ പരമേശ്വരനും മാടൻ രാമനുമൊക്കെ ചേർന്നാണ് ഗുരുവിനെ സ്വീകരിച്ചത്. വനത്തിൽ അലിഞ്ഞു നടന്ന് ക്ഷീണിതനായി വന്ന ഗുരുവിനെ കൂട്ടുകാരുടെ അച്ഛനും അമ്മയുമൊക്കെ ചേർന്ന് നല്ലതുപോലെ സ്വീകരിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ചെമ്പഴന്തിയിൽ നിന്നും ദൂതന്മാർ തിരക്കി നെയ്യാറ്റിൻകര മാടൻ വേലായുധൻ വൈദ്യരുടെ വീട്ടിലെത്തി. നിവൃത്തിയില്ലാതെ അങ്ങനെ ഗുരുവിന് തിരിച്ചു പോകേണ്ടി വന്നു. വീട്ടിൽ തിരിച്ചെത്തിയെങ്കിലും ആരുടെ സമ്മർദ്ദം മൂലവും കാളിയമ്മയുടെ ഭർതൃപദം ഏറ്റെടുക്കാൻ ഗുരു തയ്യാറായില്ല. ഗുരു താഴ്ന്ന ജാതിക്കാരുടെ വീടുകളിലെ കുട്ടികളെ പഠിപ്പിച്ചും അവർക്ക് രോഗം വന്നാൽ ശുശ്രൂഷിച്ചും കഴിവതും വീട്ടിൽ കയറാതെയും മണയ്ക്കൽ ക്ഷേത്രത്തിലും പരിസരങ്ങളിലുമായി കഴിഞ്ഞുകൂടി സമയം നീക്കി. ഒരു അപസ്മാര രോഗി കൂടിയായിരുന്നു കാളിയമ്മ. ഒരിക്കൽ അപസ്മാരം വന്നപ്പോൾ ചെമ്പഴന്തി വീട്ടിലെ ഒരു ജോലിക്കാരൻ ഓടി വന്ന് അസുഖം വിവരം ഗുരുവിനെ ധരിപ്പിച്ചു. കയ്യോന്നീലയുടെ ചാറ് മൂക്കിലിറ്റിച്ചു കൊടുത്താൽ മതി, അപസ്മാരം മാറിക്കൊള്ളും എന്ന് ഗുരു പറഞ്ഞു വിട്ടു.
പിന്നെ പലപ്പോഴായി ഈ ചികിത്സ ഗുരുവിൻ്റെ അമ്മയാണ് കാളിക്ക് വേണ്ടി ചെയ്തു പോകുന്നത്. ഇതിനിടയിൽ പലരും ഗുരുവിനെ ഉപദേശിച്ചു കാളിയമ്മയെ സ്വീകരിച്ച് ഒരു ജീവിതം ആരംഭിക്കാൻ. ഗുരുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഓരോരുത്തരുടെയും ജീവിത ലക്ഷ്യം ഓരോന്നാണ്. എൻ്റെ ലക്ഷ്യം ആത്മജ്ഞാനം നേടുക എന്നത് മാത്രമാണ്. ഗുരുദേവൻ സ്ഥലത്തില്ലാത്ത ഒരു കാലയളവിലാണ് ഗുരുവിൻ്റെ അമ്മയ്ക്ക് രോഗം കലശലായത്. പറയാതെ കൊണ്ട് നടന്ന അസുഖം പിന്നീട് ചികിത്സ കൊണ്ട് ഫലമില്ലാതെ വന്ന് അമ്മ മരിച്ചപ്പോൾ ഗുരുവിൻ്റെ ദുഃഖത്തിന് അതിരില്ലായിരുന്നു. മരണാനന്തര കർമ്മങ്ങൾ എല്ലാം ഗുരു തന്നെ ചെയ്തു. ഒറ്റയ്ക്കായി പോയ കാളിയമ്മ ഒരിക്കൽ നാട്ടിലൊന്ന് പോയാൽ കൊള്ളാം, അവിടെ ഉത്സവമാണ് എന്ന് പരിചാരകൻ മുഖാന്തിരം ഗുരുവിനെ അറിയിച്ചു. ഗുരു പരിചാരകൻ്റെ കയ്യിൽ തന്നെ വണ്ടിക്കൂലിയും പുതിയ വസ്ത്രത്തിനുള്ള പൈസയും ഏൽപ്പിച്ചു. അവൾ പോയത് പിന്നെ തിരിച്ചു വന്നില്ല. അവർ മറ്റാരെയോ വിവാഹം കഴിച്ചതായും പ്രസവത്തോടുകൂടി അപസ്മാരം വന്നു മരിച്ചതായും പിന്നീട് അറിയാൻ കഴിഞ്ഞു.